നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ ഓരോ ഹാലുകളിലും അവനെ ബാധിക്കുന്ന സകല ഹാലുകളിലേക്കും അള്ളാഹുവിലേക്കാണ് അവൻ മടങ്ങുന്നത്. അള്ളാഹുവിനോടാണ് അവൻ അനുഗ്രഹം തേടുന്നത്, അള്ളാഹുവിനോടാണ് അവന് സഹായം തേടുന്നത്, അള്ളാഹുവിനോടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടിന്റെ സമയം വരുമ്പോൾ നാം എല്ലാവരും അടുക്കേണ്ടത് അള്ളാഹുവിലേക്ക് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, കിതാബുകളിൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ചില ഇബാറത്തുകളുണ്ട്. ഫൈദൻ ഹാബസൽ മതറു അൻ ബലദിൻ ഔ ജഫത്തിൽ അർളു വദനൽ ഹലാകു മിനസ് സർഇ വല്ലർഇ. അതായത് മഴയെ ബന്ദ് ചെയ്യപ്പെട്ടു, മഴ വരുന്നില്ല. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഭൂമി അത് ഉണങ്ങിപ്പോയി, ഹലാക്ക് അവിടെ അടുത്തിരിക്കുകയാണ്. മിനസ് സർഇ വല്ലർഇ, അവിടൊക്കെയുള്ള മാടുകൾക്കൊന്നും പാല് കിട്ടുന്നില്ല, കൃഷിയിടം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അജ്ജൽ മുസ്ലിമൂന ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉളറിപ്പോവുകയാണ് മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്. വതളറഉ ഇലൈഹി, അല്ലാഹുവിലേക്ക് അവർ താഴ്മയോടെ കേണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. വസഅലൂഹു റഹ്മ, അല്ലാഹുവിനോട് അവർ അനുഗ്രഹത്തെ തേടിയിരുന്നു. വൽ ഗൈസൽ മുഗീസ്, ബുദ്ധിമുട്ടില്ലാത്ത മഴയെയും അവർ തേടിയിരുന്നു. പക്ഷേ അവരിപ്പോ ചെയ്തിരുന്നത് ദുആയാണ്. വഅദ്ദു സ്വലാത്തുൽ ഇസ്തിസ്ഖാ, ആ പൗരാണികരായ ആളുകൾ പ്രവാചകനിൽ നിന്നും പഠിച്ച പാഠം കൊണ്ട് അവർ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചിരുന്നു. എന്താണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ? ത്വലബുസ് സുഖ്യ മിനല്ലാഹി തബാറക വ തആല ഇൻദൽ ഹാജ, ആവശ്യം നമ്മളിലേക്ക് മുറ്റി നിൽക്കുമ്പോൾ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വെള്ളത്തിനെ തേടുക എന്നാണ്. ആ സ്വലാത്ത് സുന്നത്തും മുഅക്കദ എന്നതാണ്. അതിന് 2-3 രൂപങ്ങളുണ്ട്. ഒന്ന് വെറും പ്രാർത്ഥന, അതായത് എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ത്വലബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടല് 3 രീതിയിൽ. ഒന്ന് അള്ളാഹുവിനോട് എല്ലാ സമയങ്ങളിലും ദുആ ചെയ്യുക, നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുമൊക്കെ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മനീഅ ദക്കൻ ജല്ലൻ തബഖൻ യാ റബ്ബൽ ആലമീൻ. اللهم اسقنا الغيث وانشر لنا الرحمة ولا تجعلنا من القانتين. اللهم اسقنا الغيث وانشر لنا الرحمة ولا تجعلنا من الآئسين എന്ന പ്രാർത്ഥന നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെയും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്ന് മാത്രം പറയാൻ കഴിഞ്ഞെങ്കിൽ അത് പറയുക. اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا هنيئا مريئا منيئا دكا جلا طبقا يا رب العالمين. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. അതിന്റെ മധ്യനിലയിലുള്ളത് الدعاء بعد الركوع الركعة الآخرة من الصلاة المكتوبة وخلف الصلوة. രണ്ടാമത്തെ, ആദ്യം പറഞ്ഞത് എല്ലാ സമയങ്ങളിലും, നിസ്കാരങ്ങൾക്ക് ശേഷമാവട്ടെ, അല്ലാത്തപ്പോഴാവട്ടെ, യാത്ര പോകുമ്പോഴാവട്ടെ, കുടിയിരിക്കുന്നവരാവട്ടെ, എന്ത് സമയത്തും അള്ളാഹുവിനോട് മഴയെ തേടിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തത്, ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അവസാനത്തെ റക്അത്തിന്റെ റുക്കൂഇന് ശേഷം ദുആ ചെയ്യുക. അവസാനത്തെ റക്അത്തിലെ റുക്കൂഇന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസ, ഇത്ര മതി. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസ അല്ലാഹുമ്മ സ്ഖിനാ ഗൈസ എന്ന് ദുആ ചെയ്യുക. പിന്നെ ഖൽഫ സ്വലവാത്ത്, നിസ്കാരങ്ങൾക്ക് ബാക്കിൽ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യണ്ട, ഓടിക്കോ എന്ന് പറയുന്നവര് ഇതൊക്കെ മനസ്സിലാക്കൂ. അതിനുശേഷം വരുന്ന ദുആ ചെയ്യുക. അതിന്റെ പരിപൂർണമായ രീതി എന്താണെന്ന് വെച്ചാൽ, അതിന്റെ പരിപൂർണമായ രീതി 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. 3 ദിവസം കുട്ടികളും വലിയവരും ആണും പെണ്ണുമൊക്കെയായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക. മാത്രമല്ല, ഇമാമ് അവരോട് കൽപ്പിക്കണം, അല്ലെങ്കിൽ നായിബ് ഇമാമ് എന്തുകൊണ്ടൊക്കെ കൽപ്പിക്കണമെന്നറിയുമോ? ഒന്നാമത്തത് 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. പിന്നെ ഇന്നലത്തെ വിഷയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, തൗബ ചെയ്യാൻ വേണ്ടി പറയണം. തൗബ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. ഒരുപാട് ദോഷങ്ങൾ വന്നിട്ടുണ്ട്, അപ്പൊ അതിന് തൗബ ചെയ്യുക. മൂന്നാമത്തെ സ്വതക്ക ചെയ്യുക. നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടി ആവശ്യക്കാരനെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്വതക്ക ചെയ്യുക. വലം കൈ കൊടുത്തത് ഇടം കൈ അറിയരുത്, ആ രീതിയിലുള്ള സ്വതക്കകൾ ചെയ്യുക.
അതായത് സ്വതക്ക ഫുഖറാക്കളുടെ മേൽ സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും അക്രമികളായിട്ടുണ്ടെങ്കിൽ ആ മദ്ലൂമായ ആളുകളെ അതിൽ നിന്ന് മുക്തരാക്കുക. അതുപോലെ മറ്റൊന്നാണ് ഇസ്തിലാഹു ദാത്തിൽ ബൈൻ. ആരെങ്കിലും ശണ്ട കൂടിയിട്ടോ മറ്റോ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവരെ നന്നാക്കുക. സലൂനകാനിൽ അംഫാൽ ഖുലിൽ അംഫാലു ലില്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ് വഅസ്ലിഹു ദാത ബൈനിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ നന്നാക്കുക, അത് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ നാം പോയിട്ട് കാര്യമില്ല. ചില കിതാബുകളുടെ ഇബാറത്തിൽ കാണുന്ന സിയാമു അർബഅത്ത് അയ്യാമിന് മുത്തവാലി എന്നാണ്. 4 ദിവസം നോമ്പനുഷ്ഠിക്കുക. അതും ശരിയാണ്. അപ്പോ 3 അതല്ലെങ്കിൽ 4 ദിവസം നോമ്പനുഷ്ഠിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ വെള്ളിയാഴ്ച പള്ളിക്കെന്ന് ഖുതുബ് കഴിഞ്ഞതിന് ശേഷം ഇമാം അല്ലാഹു മുസ്കിന ഗൈതം മുഗീസം ഹനിഅം മരിഅം മനിഅൻ ദക്കൻ ജല്ലൻ തബക്കൻ യാ റബ്ബൽ ആലമീൻ, കേട്ടോല് കേൾക്കൂ, കേൾക്കാത്തോല് കേട്ടില്ല, പോകണ്ടോല് പോയി, ഇങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഇസ്തിസ്ഖാന്റെ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്താൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടും, ഉറപ്പാണ്. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് 4 ദിവസം നോമ്പനുഷ്ഠിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം യഖ്റുജുൽ ഇമാമു ബിഹിം ഫിൽ യൗമിർ റാബി മിൻ അയ്യാമി സിയാമിഹിം, നോമ്പ് നോറ്റവരായിട്ട് തന്നെ പഴയ ഡ്രസ്സാണ് ധരിക്കേണ്ടത്, പുതിയ ആർഭാടമുള്ള ഡ്രസ്സുകളൊന്നുമല്ല. അങ്ങനെ പഴയ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് 4-ാമത്തെ ദിവസം ഇമാം അവരെ കൊണ്ട് ഒരു മൈതാനിലേക്ക് പുറപ്പെടുക. അവിടെ പോകുന്ന സമയത്ത് ആണുങ്ങൾ വേണം, സ്ത്രീകൾ വേണം, കുട്ടികൾ വേണം, അതുപോലെ തന്നെ ആടുമാടുകൾ ഉണ്ടെങ്കിൽ അവറ്റുകളൊക്കെയും കൊണ്ടുവരാമെന്നാണ്. അതിനൊക്കെ പറ്റുന്ന സ്ഥലം സജ്ജമാക്കിയിട്ട് അവിടേക്ക് അവരൊക്കെ ഒരുമിച്ച് കൂട്ടുക. ഫയുസല്ലി ബിഹിമുൽ ഇമാമു റകഅത്തൈൻ, ഇമാം അവരെ കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഏതുപോലെയുള്ള നിസ്കാരം? സ്വലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരം പോലെ പരിപൂർണമായിട്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറുണ്ട്, 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറും അത് തന്നെയാണ്. ആ തക്ബീറുകളും അതുപോലെ തന്നെ ജമാഅത്തും അതുപോലെ ഖിറാഅത്ത് കൊണ്ട് ഉറക്കയാക്കലും എല്ലാം അതുപോലെയാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം പോലെ നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇമാമ് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ഇപ്പൊ വെള്ളിയാഴ്ചയാണെങ്കിൽ ആദ്യം ഖുതുബയാണ്, പിന്നെ നിസ്കാരമാണ്. പക്ഷെ ആദ്യകാലങ്ങളിൽ തിരിച്ചായിരുന്നു. പിന്നെ ജനങ്ങൾ സമയം വൈകിയപ്പോൾ ഉണ്ടായ ഒരു ആജ്ഞയാണ് ഇങ്ങനെ. എന്നാൽ പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം നിസ്കരിക്കുന്നു, പിന്നെ ഖുതുബ എഴുതുന്നു എന്നതുപോലെ മഴയത്തേടുന്ന നിസ്കാരത്തിനും ആദ്യം നിസ്കാരമാണ്, പിന്നെ ഖുതുബ ഓതുന്നു. സുമ്മ യഖ്തുബുൽ ഇമാമു ബഅദ ദാലിക ഖുതുബത്തൈനി, പിന്നെ 2 ഖുതുബ. യഫ്തതുൽ ഇസ്തിഗ്ഫാറത്തുൻ ഫിൽ ഊല വസബ്അൻ ഫി സാനിയ. അത്രേ ഉള്ളൂ. പെരുന്നാൾ നിസ്കാരത്തിലെ ഖുതുബയിൽ ആദ്യത്തെ ഖുതുബയിൽ 9 തക്ബീർ, 2-ാമത്തേത് 7 തക്ബീറാണ്. ആ സ്ഥാനത്ത് ഇവിടെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ. പിന്നെ ദുആ അധികരിപ്പിക്കുക, തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ജഅൽഹാ സുഖിയാ റഹ്മ വലാ തജഅൽഹാ സുഖിയാ അദാബ്. അള്ളാഹുവേ, അനുഗ്രഹമാകുന്ന കുടിപ്പാനീയം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ, അദാബിന്റെ കുടിപ്പാനീയം ഞങ്ങൾക്ക് തരല്ലേ. വലാ മഹ്ഖിം വലാ ബലാ, അതായത് ആഫത്തുള്ള, ബുദ്ധിമുട്ടുള്ള, ബലാ ഉള്ള, മുസീബത്തുള്ള ഒരു രീതിയിൽ ഞങ്ങൾക്ക് തരരുതേ. വലാ ഹദമിൻ വലാ ഗറഖ്, പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു, മുങ്ങി നശിക്കുന്ന പോലെയുള്ള മഴ വേണ്ട. അല്ലാഹുമ്മ അലൽ ളിറാബി വൽ ആകാം, അല്ലാഹുവേ ഞങ്ങൾക്ക് തരണം, ഞങ്ങളിലുള്ള ആടുമാടുകളുണ്ട്, മേഞ്ഞു തിന്നുന്ന കാലികളുണ്ട്, അവറ്റങ്ങൾക്കൊക്കെയും കൊടുക്കണേ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗീസ, നല്ല സുന്ദരമായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അനുഭൂതിയോടെ കൂടെ അനുഗ്രഹിക്കാനുള്ള മഴ ഞങ്ങൾക്ക് വർഷിക്കണേ. ഹനീഅം മരീഅം മരീഅ, ഞങ്ങൾ ആവശ്യം തീർക്കപ്പെടുന്ന രീതിയിൽ, മറ്റ് ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ. സഹൻ ആമൻ തബഖം മുജല്ലല, അത് തന്നെ ഈ ഓരോ വർഷങ്ങളിലും ഇടവിട്ടുകൊണ്ട് വർഷിക്കുന്ന മഴ തരണേ റബ്ബേ. തബഖം മുജല്ലല, അത് തന്നെ വല്ലാത്ത ശക്തിയായിട്ടും തീരെ ശക്തിയില്ലാതെയുമല്ല, മിതത്വമുള്ളതായ മഴ തരണേ.
ദായിമൻ ഇലാ യൗമിദ്ദീൻ. അത് ഈ വർഷമല്ല, എല്ലാ വർഷങ്ങളിലും അള്ളാഹു ഞങ്ങളിലേക്ക് മഴ വർഷിപ്പിച്ച് തരണേ എന്ന് ദുആ ചെയ്യണം. അപ്പോൾ ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ജഅൽഹാ സുഖിയാ റഹ്മ വലാ തജഅൽഹാ സുഖിയാ അദാബ് വലാ മഹ്ഖിൻ വലാ മഹ്ഖിൻ വബലാ വലാ ഹദ്മിൻ വലാ ഗറഖ് اللهم على الضراب والآكام اللهم اسقنا غيثا مغيثا هريئا منيعا مريئا صحا عاما طبقا مجللا دائما إلى يوم الدين എന്ന ദുആ. അത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യണം, اللهم اسقنا الغيث, അല്ലാഹുവേ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ, വലാ തജഅൽനാ മിനൽ ഖാനിതീൻ, ഞങ്ങളെ അല്ലാഹു നിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടപ്പെട്ടവരിൽ പെടുത്തല്ല റബ്ബേ. അല്ലാഹുമ്മ ഇന്ന ബിൽ ഇബാദി വൽ ബിലാദി മിനൽ ജഹദി വൽ ജൂഇ വല്ലംഗ്. റബ്ബേ നിന്റെ അടിമകളിലും രാജ്യത്തും മുഷ്കിലുണ്ട്, വിശപ്പുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ആകെ നശിച്ചിട്ടുണ്ട്, ആടുമാടുകളിൽ ബുദ്ധിമുട്ടുണ്ട് റബ്ബേ എന്ന് പറയണം. മാലാ നഷ്കൂ ഇല്ലാ ഇലൈക്, അല്ലാഹു നിന്നിലേക്കല്ലാതെ ഞങ്ങൾ ശികായത്ത് പറയാൻ ആരുമില്ല. അല്ലാഹുമ്മ അൻത ലനസ്സറു വദിർ ലനല്ലറ, അല്ലാഹുവേ അല്ലാഹുമ്മ അംബിത് ലനസ്സറ, അന്ത നല്ല അല്ലാഹുമ്മ അംബിത് ലനസ്സറ, അല്ലാഹുമ്മ അംബിത് ലനസ്സറ, അല്ലാഹു ഞങ്ങൾക്ക് കൃഷിയിടങ്ങളെയൊക്കെ മുളപ്പിച്ചു തരണേ. വാദിർ ലനല്ലറ, അല്ലാഹുവേ ഞങ്ങളുടെ ആടുമാടുകളിലൊക്കെ ഫലഭൂയിഷ്ടമാക്കണമേ, പാല് അധികരിപ്പിച്ചു കൊടുക്കണമേ. വൻസിൽ അലൈനാ മിൻ ബറകാത്തിസ് സമാ, ആകാശത്തിൽ നിന്ന് ബർക്കത്തിനെ ഞങ്ങൾക്ക് ഇറക്കിത്തരണേ. വ അംബിത് ലനാ മിൻ ബറകാത്തിൽ അർദ്, ഭൂമിയിൽ നിന്ന് ബർക്കത്തിനെ മുളപ്പിച്ചു തരണേ. വക്ഷിഫ് അന്നാ മിനൽ ബലാ, അല്ലാഹുവേ എല്ലാ ബലാഇനെ ഞങ്ങളെ തൊട്ട് തട്ടണേ. മാലാ യക്ഷിഫു ഗൈറക, അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുൻത ഗഫാറ, അല്ലാഹു നിന്നോട് പൊറുക്കൽ തേടുന്നു, ഞങ്ങൾക്ക് പൊറുത്തു തരണേ റബ്ബേ. ഫർസിലിസ് സമാ അലൈനാ മിദ്റാറ, റബ്ബേ ആ നല്ല സുന്ദരമായ മഴ ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ച് തരണേ റഹ്മാനെ എന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടില്, നമ്മുടെ പ്രദേശങ്ങളിൽ ഒക്കെയും അല്ലാഹു മഴ വർഷിപ്പിച്ചു തരട്ടെ. മഴക്കെടുതിയിൽ നിന്ന് ഞങ്ങൾ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ നാടിനെയും അതുപോലെ മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളിലും ഒക്കെയും അല്ലാഹു മഴ വർഷിപ്പിച്ച് അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. اللهم اسقنا غيثا مغيثا هنيئا مريئا منيئا دفا جلا طبقا يا رب العالمين. اللهم اسقنا الغيث وانشر لنا الرحمة ولا تجعلنا من القانتين. اللهم اسقنا الغيث وانشر لنا الرحمة ولا تجعلنا من العائسين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صلى الله عليه وسلم. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.